ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മാങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉപ്പ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, ഇത് മല്ലിപ്പൊടി വേണം, പിന്നെ നമുക്ക് മുളക് പൊടിയും വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവയാണ്. അതിപ്പോൾ ഞാൻ ചട്ടിയിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ, കൂട്ടി തിരുമാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ചട്ടിയിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ, കൂട്ടി തിരുമാനായിട്ട് കേട്ടോ. ഇതാ മക്കളെ, ഇപ്പം ഞാൻ നന്നായിട്ട് കൂട്ടി തിരുമണം കേട്ടോ, നന്നായിട്ട് കൂട്ടി തിരുമണം. നമ്മുടെ സവാളൊക്കെ ശരിക്കും അങ്ങോട്ട് അതിന് നീരൊക്കെ വരണം പുറത്തേക്ക്. നന്നായിട്ട് കൂട്ടി തിരുമ്മി നമ്മൾ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂട്ടി തിരുമ്മി. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ച് മാങ്ങ ഇടാം കേട്ടോ. അതേ ഞാൻ മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഇതേ കണ്ട തിരുമ്മിയൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. 3, അതായത് ഫസ്റ്റ് പാല്, സെക്കൻഡ് പാല്, തേർഡ് പാല്. അപ്പോൾ ഞാൻ തേർഡ് പാല് ഫസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ആ പൊടികളൊക്കെ ഒന്ന് കറക്റ്റ് ആവാം, അടിയിൽ കൂടാതെ മൊത്തം മിക്സ് ചെയ്ത് വയ്ക്കുക. അതാ ഇപ്പോൾ നമ്മുടെ തേർഡ് പാല് നന്നായിട്ട് ഇതേ തിളച്ചു കിട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് പാല് ചേർക്കാം. ഇത് സെക്കൻഡ് പാലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ആട്ടിയിട്ടൊക്കെ ഒന്ന് ഒഴിക്കുക. അപ്പോൾ പിന്നെ അടിയിലെ സത്തൊക്കെ ഇങ്ങോട്ട് പോന്നോളും. അപ്പോൾ അത് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തവി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പയ്യെ മിക്സ് ചെയ്താൽ മതി, കാരണം അല്ലെങ്കിൽ ആ മാങ്ങ ഉടയാനുള്ള ചാൻസ് ഉണ്ട്. മാങ്ങ പിന്നെ പെട്ടെന്ന് വേവുന്നതാണല്ലോ, അപ്പോൾ പിന്നെ പയ്യൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കാം കേട്ടോ. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഫസ്റ്റ് പാൽ. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ആഹാ, എന്താ ഭംഗിയിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇങ്ങനെ 3 പാല് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് മാങ്ങക്കറിക്ക് കിട്ടും കേട്ടോ. പയ്യൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിച്ചത് നന്നായിട്ട് തിളച്ചു കേട്ടോ. നല്ല കുറുകി നല്ല കുറുകുള്ള ചാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കും, നല്ല കുറുകി സെറ്റായിരിക്കണേ. ഇനി നമുക്ക് കറിയിലൊന്ന് കാച്ചി ഒഴിക്കണം. അപ്പോൾ ചില സ്ഥലത്തൊക്കെ കടുക് പൊട്ടിച്ചിടും. അപ്പോൾ ഞാൻ ഉള്ളി ഇടണം. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുള്ളി അരിഞ്ഞ് ഇതുപോലെ നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാക്കിയിട്ട് മുരിച്ചിടാനാണ്. അപ്പോൾ ഇതാ ചെറുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടും. അത്രേ ഉള്ളൂ, നമ്മുടെ മാങ്ങക്കറി സിമ്പിളാണ്, റെഡി ആയിട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ വറുത്തിട്ടു കേട്ടോ, നമ്മുടെ ചെറുള്ളി വറുത്തിട്ടു. അപ്പോൾ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടോ. പിന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം.